ആ ഹലോ ഗൈസ്, നമസ്കാരം. ഞാനാണ് എബിൻ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടെ. അത് വേറൊന്നായിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നല്ല നല്ല കണ്ടന്റുകൾ നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും വീഡിയോസ് അങ്ങനെ നേരത്തെ ഞാൻ ഇടാറില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇങ്ങനെ പറയുന്നത്. മുമ്പൊക്കെ വീഡിയോ ഒരുപാട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാറുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ വീഡിയോ ഒന്നും അധികം ഇടാത്തതെന്ന് പറഞ്ഞൊക്കെ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് ബിസി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളൊരു വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടേനെ. പിന്നെ വീഡിയോ മാത്രം ഇട്ടാൽ പോരാലോ, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കണം, നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവണം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നല്ലേ ആൾക്കാർ ഇത് കാണുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു സംഭവം, ഒരു പെർഫ്യൂം ഒന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചു. വളരെ പണ്ടത്തെ കാലത്ത് പെർഫ്യൂമാണ്. ഇത് വേറെ ഒന്നല്ല, ബ്രൂട്ടിന്റെ ഒരു പെർഫ്യൂമാണ്. അപ്പൊ എന്റെ മുമ്പിൽ കിടക്കുന്ന ഈ പച്ച കളർ ബോട്ടിൽ, ഇത് ഏകദേശം ഒരു 1965 മോഡൽ പെർഫ്യൂമാണ്. 1965 മോഡലാണ് ഈ കാണുന്നത്. അത് എനിക്ക് ഈ പെർഫ്യൂം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാല്, ഒന്ന് ഈ ബോട്ടലിന്റെ ഒരു ഡിസൈൻ, പിന്നെ നമ്മുടെ ഈ ബ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഈ സിൽവർ കളറിലുള്ള സെറ്റപ്പ്, മറ്റേ ഡിസൈൻ പേര്, പച്ച കളറിലുള്ള ഈ ബോട്ടിൽ ഗ്ലാസ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഒരു പണ്ടത്തെ ക്ലാസിക്, ഒരു ക്ലാസി ഫീലാണ്. ഇതൊക്കെ നമ്മൾ ഒന്ന് ഷർട്ടിലൊക്കെ അടിച്ച് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, ഒരു ഭയങ്കര സ്ട്രോങ് ആയൊരു മണം. ഇപ്പോഴും ഇത് മണക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ തുമ്പ് ഒന്നും വേണ്ട, ഇത് സ്പ്രേ അടിക്കും വേണ്ട, നമ്മൾ ഈ സ്പ്രേയുടെ അടിക്കുന്ന ഈ ഓട്ടയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് സ്മെല്ല് ചെയ്താൽ മതി. നല്ല മണമാണ്. എൻ്റെ പൊന്നു മക്കളെ, മണത്തോട് നിൽക്കാൻ പറ്റില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ കഴുത്തുമ്മ അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ആ ഒരു സ്മെൽ, ഈ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക തരം സ്മെല്ലാണ്. ഒരു ഒരു എന്താ പറയാ, ഒരു പ്രത്യേക തരം ഒരു ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയും. അപ്പൊ നമുക്കൊരു വല്ലാത്തൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. പണ്ടത്തെ കാലത്തെ പെർഫ്യൂമാണ്, ഇപ്പൊ ആരും ഇത് അത്ര ഉപയോഗിക്കുന്നില്ലേ. പണ്ടതുപോലെ തന്നെ ഈ വൺ മാൻ ഷോ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം കിട്ടും. ഇപ്പൊ അതൊന്നും ആർക്കും വേണ്ട. ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത് ഗുച്ചി, മറ്റത് ഇത്. നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഞാൻ ഇത്ര ഈ പഴയ മോഡൽ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇതിന്റെ സ്മെല്ലാണ്. ആ ഒരു ക്ലാസി ഫ്രേഗ്രൻസ്, ആ ജസ്റ്റ് നമുക്ക് ആ കിട്ടുന്ന ആ ഒരു അറോമയും ആ ഒരു സ്മെല്ലും അത് കിട്ടുക, അത് വേറൊരു പെർഫ്യൂമുകളിലില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാം, ഈ പെർഫ്യൂം ഉപയോഗിച്ച ഒരു അനുഭവം കൊണ്ട് പറയും, ഇതിലുണ്ടാവുന്ന ഒരു നല്ലൊരു സ്മെല്ല് വേറൊരു പെർഫ്യൂമിൽ കാണുന്നില്ല. അതെന്താ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല. കുറെ കാലമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. അപ്പൊ ഇത് ഏകദേശം ഒരു ഇതിന്റെ ഒരു ഒറിജിനൽ, ഇപ്പൊ എൻ്റെ ഇരിക്കുന്നത് ഒറിജിനലാണ്. ഒറിജിനൽ ബ്രൂട്ടിന്റെ പെർഫ്യൂമാണ്. ഇപ്പൊ ഇതിന് ഏകദേശം ഒരു ആമസോണിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 600 തൊട്ട് 1000 രൂപ വരെ വിലയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആമസോണിലൊക്കെ പോയി വാങ്ങിക്കാവുന്നതാണ്. നല്ല പെർഫ്യൂമാണ്. പിന്നെ പകുതി ആൾക്കാർ ഇത് പഴയ കാലത്തെ പെർഫ്യൂം അല്ലേ, ഇതൊന്നും വലിയ വാല്യൂ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഓൾഡ് ഈസ് ഗോൾഡ്. ഇപ്പൊ നിങ്ങൾ പണ്ടത്തെ കാലത്ത് ചേതക്ക് സ്കൂട്ടർ എടുത്ത് നോക്കിയോ, അത് ഇപ്പോഴും ശരിയാക്കിയാലും റോട്ടിൽ ഓടും. അന്നാ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ആക്റ്റീവ, അത് വെറുതെ ഒന്ന് ഇടിച്ച് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് ഇടിച്ച് പപ്പടായി കഴിഞ്ഞാൽ ഒരു 10-50,000 രൂപ അത് ചെലവാക്കണം, മൊത്തം ഒന്ന് നേരെയാക്കി ശരിയാക്കി. ചേതക്ക് സ്കൂട്ടർ ഒന്ന് വളഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വൈൻഡിങ് വെൽഡിങ് ചെയ്യാം. അപ്പൊ പണ്ടത്തെ സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോഴത്തെ പുതിയ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ക്വാളിറ്റി ഒക്കെ ഒരു വളരെ 5 കൊല്ലം നിൽക്കാവുന്ന ലെവലിലുള്ളൂ പുതിയ സാധനങ്ങൾക്കുള്ള ക്വാളിറ്റി. എന്നുവെച്ചാൽ ഈ പഴയ സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലൈഫ് ലോങ് ആണ്. നമുക്ക് ആ കിട്ടുന്ന ഒരു ഫ്രേഗ്രൻസ്, ആ ഒരു സ്മെല്ല് പറയുമ്പോൾ നിങ്ങൾ ഒരു തന്ത വൈബായിട്ടൊക്കെ കാണും. ഏത് രീതിയിൽ കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, ഇതിന്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്ര നല്ല മണമാണ്. ആ മൂക്ക് കുത്തണ സ്മെല്ലാണ്. അപ്പൊ ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നിങ്ങൾ ആമസോണിൽ പോയി ഈ പെർഫ്യൂം ഒക്കെ വാങ്ങിക്കുക, ഒന്ന് ഉപയോഗിക്കുക. ഏഹ് ജെൻസിന്റെ പെർഫ്യൂമാണ് ഇത്. അപ്പൊ ജെൻസ് ഒക്കെ നമ്മുടെ നമ്മുടെ പയ്യന്മാരോടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മച്ചാന്മാരോടൊക്കെ പറയുന്നത്, പുറത്തൊക്കെ ഇറങ്ങുന്ന ഈ ക്ലാസി സാധനമൊക്കെ അടിച്ചു എന്ന് അറിഞ്ഞ് സെറ്റാക്ക്. ഡേറ്റിനൊക്കെ പോകുമ്പോ നല്ല അടിപൊളി സാധനമാണ്. ഗേൾ ഫ്രണ്ടൊക്കെ ഇമ്പ്രസ് ആവും അല്ലേ. അപ്പൊ നമ്മള് പോവാണെങ്കിൽ ഒരു ക്ലാസി ഫീലിംഗ് ഒക്കെ വേണ്ടേ, ഈ അലമ്പായിട്ട് പോകാൻ പാടില്ലല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ ആമസോണിൽ പോയി നിങ്ങൾ ഇത് വാങ്ങിക്കുക. ഒരു 600 തൊട്ട് 1000 രൂപ, നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ. നല്ല പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ നല്ല ഗുണം ഉണ്ടാവും. അപ്പൊ നിങ്ങളത് ഉപയോഗിക്കുക. അപ്പൊ
ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ ആകെ ഒരു 82 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, 82 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. ഇനി ഒരു 500 സബ്സ്ക്രൈബർ കടന്നാലാണ് ഈ സംഭവം ഇനി മോണിറ്റൈസ് ആവുള്ളൂ. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും നിങ്ങളുടെ മാക്സിമം സഹകരണം കിട്ടിയാലാണ് ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്തായി. നിങ്ങൾ ഇടുന്ന ലൈക്ക്, നിങ്ങളിടുന്ന കമൻറ്റ്, നിങ്ങളിടുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ ഇറക്കാൻ, അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ആ കോൺഫിഡൻസിനെ നിങ്ങൾ ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വളരെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടും ഒരു എൻകറേജ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, എൻ്റെ കൂടെ നിന്നാൽ മതി, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആകെ എത്ര ചെയ്യേണ്ടുള്ളൂ സപ്പോർട്ട് എന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ഈ കണ്ടന്റ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമ്മളൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പോൾ അടുത്ത റീലിൽ നമുക്ക് കാണാം.